അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പം നിങ്ങൾ ഗ്രേറ്റ് ഓർമ്മയിലുള്ളത് റെക്സം വെയിൽസിലാണുള്ളത്. അടിപൊളി സീനറിയാണ്. നമ്മൾ റെക്സം ഗ്രേറ്റ് ഓർമ്മയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എടുത്ത ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ റെക്സത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ അങ്ങനെ മലമുകളിലേ കൂടി പോവുകയാണ്. നമ്മൾ 2 കാറിലായിട്ടാണ് പോയത്. ആ ഒരു സീ സൈഡിലെ മൗണ്ടൈനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ പേരാണ് ഗ്രേറ്റ് ഓർമ്മ. ശരിക്കും സ്കൈയും സീയും മൗണ്ടെയിനും എല്ലാം കോമ്പിനേഷനായിട്ട് ഭയങ്കര വൈബായിരുന്നു ഗായ്സ്. അത് മാത്രമല്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ ഭയങ്കര തണുപ്പും അതുപോലെ ഭയങ്കര കാറ്റുമായിരുന്നു. ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ഉള്ളത്. ഹിസ്റ്റോറിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസാണ് ശരിക്കും ഗ്രേറ്റ് ഓർമ്മ. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സമയം കൂടി ആയിരുന്നു അത്. അവിടെ ചെമ്പരിയാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സമ്ര ഓടിച്ചാടി നടക്കുന്നത് കണ്ടോ? സമ്ര പിന്നെ അങ്ങനെയാണ്, എന്താണ് പറയേണ്ടത്, ഓടിത്തുള്ളിച്ചാടി നടക്കാൻ തോന്നുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. കാരണം ഈ നമ്മുടെ മൗണ്ടെയിൻ്റെ അടുത്ത് കടലും കൂടി കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കൊരു ഭംഗിയാണ്. ആ സ്കൈ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളാണെങ്കിൽ വീഡിയോ എടുക്കേണ്ട ഓരോരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ചെമ്പരിയാടിൻ്റെ ബാക്കിലെ കൂടി റയാൻ ഓടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇത് കടൽ ഭാഗം കാണുന്ന ഒരു ഏരിയയാണ് ഇത്. ശരിക്കും നല്ല രസമാണ്. അവിടുത്തെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു കഫേയും അതേപോലെ കാർ പാർക്കിംഗ് സൗകര്യം, പിന്നെ പരന്ന് കിടക്കുന്ന മൗണ്ടെയിനാണ് അവിടെ ഉള്ളത്. അതുമാത്രമല്ല, അവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ട്രെയിനിലേ കൂടി നമുക്ക് ഗ്രേറ്റ് ഓർമ്മയിലേക്ക് എത്താൻ പറ്റും, ഇറങ്ങാനും എത്താനും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിൻ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? നിങ്ങൾ നോക്കിയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് താഴോട്ടും മേലോട്ടും യാത്രക്കാർ ചെല്ലുന്നത്. ഞങ്ങളങ്ങനെ ഗ്രേറ്റ് ഓർമ്മയിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞാനാണെങ്കിലോ എനിക്ക് ഇതിൻ്റെ വീഡിയോ കിട്ടണമെന്നുള്ള രീതിയിൽ ഞാൻ എന്താക്കി, ഇംഗ്ലീഷുകാരനോട് താറ്റാക്കി. അപ്പോൾ അവർ ഇങ്ങോട്ടാക്കി. ഓ